എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ചുറ്റിനും നിരവധി അശരണരായ, നിരാലംബരായ, രോഗികളായ നിരവധി സഹോദരങ്ങൾ നമുക്ക് ചുറ്റിനുമുണ്ട്. അവരെല്ലാം നമ്മുടെ പ്രാർത്ഥനയും സഹായവും യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നവരാണ്. ഈയൊരു തിരിച്ചറിവ്, ഈയൊരു ബോധ്യം ഞങ്ങളെ കുറേ നാളായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള നമ്മുടെ ചുറ്റുമുള്ള നിരവധി വ്യക്തിത്വങ്ങൾ, അവരെ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുക, നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളാൽ ആവുന്നത് അവരെ സഹായിക്കുക എന്ന ഒരു ഉദ്ദേശ്യ ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം ആരംഭിക്കുക. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ചാലക്കുടി വാഴച്ചാൽ പൈനാടത്ത് ഇട്ടിമാണി തരീതെന്ന തരീദേട്ടന്റെ വീട്ടിലാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ ആർക്കും പെട്ടെന്നൊന്നും ഈ വീടിനെ അലട്ടുന്ന വലിയ പ്രശ്നങ്ങൾ പിടികിട്ടില്ല. തരീദേട്ടനും ഭാര്യ ത്രേസ്യാമ്മ ചേട്ടത്തിയും മരുമകൾ ലിജിയും കൊച്ചുമകൾ ലിയായുമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ലിജിയുടെ ഭർത്താവും തരീദ് ത്രേസ്യ ദമ്പതികളുടെ മകനുമായ ബൈജു 12 കൊല്ലം മുൻപ് അവിചാരിതമായി കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ഒരു വാർക്കപ്പണിക്കിടെ കെട്ടിടത്തിന്റെ 5ാം നിലയിൽ നിന്നും കാലുതെറ്റി വീഴുകയായിരുന്നു ബൈജു. തുടർന്ന് ദുരന്തങ്ങളുടെ ഒരു പെരുമഴ തന്നെ ഈ വീട്ടിൽ പെയ്തിറങ്ങി. എനിക്ക് കുറേ കാലമായിട്ട് തരിതേട്ടൻ നന്നായിട്ട് അറിയാം. തരിതേട്ടൻ്റെ കുടുംബത്തിനറിയാം. വളരെ കാലം മുമ്പ് തരിതേട്ടൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. വികലാംഗയായ ഒരു ചേച്ചിയും തരിതേട്ടനും ഒരു മകനുമായുള്ള കുടുംബമായിരുന്നു. പൈനാടത്ത് ഇട്ടിമാണി തരീദ് ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം ഒരു TB പേഷ്യൻ്റ് ആയിരുന്നു. പിന്നീട് ക്യാൻസറും വന്നു. 1-ലധികം വർഷമായി ചികിത്സയിലാണ്. ഏകദേശം 10 വർഷം മുൻപ് തരീദേട്ടൻ TB രോഗബാധിതനാണെന്ന് തിരിച്ചറിഞ്ഞു. തരീതപ്പച്ചോ, ഞങ്ങൾ ഡിവൈനിൽ നിന്ന് വരികയാണ്, ഡിവൈൻ ചാനലിൽ നിന്ന് വരികയാണ്. അപ്പച്ചന് വയ്യ, സുഖമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ അപ്പച്ചനെ കാണാനും ഞങ്ങളുടെ പ്രാർത്ഥന അറിയിക്കാനും അപ്പച്ചൻ്റെ വിശേഷങ്ങൾ നമ്മുടെ ചുറ്റുമുള്ളവരെ അറിയിക്കാനുമായിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പച്ചൻ കിടപ്പ് തന്നെയാണോ അതോ അപ്പച്ചന് എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റുമോ? നടക്കില്ല അല്ലേ? തലയിൽ വീഴാൻ പോവാണ്. തല കറങ്ങോ? തല കറങ്ങല്ല, തലയിലല്ലേ ഇത് വന്നേക്കണം, മൂക്കൊത്തി പോകും, വീഴാൻ പോണു. അപ്പച്ചൻ എപ്പോഴും കിടക്കുകയാണ്, വേദനയുണ്ട്, ബുദ്ധിമുട്ടുണ്ട് രോഗത്തിന്റെ. ഈ വേദനയൊക്കെ സമർപ്പിച്ച് അപ്പച്ചൻ പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കാറുണ്ട്. കൊന്തയിൽ പ്രാർത്ഥിക്കും. ബാബാക്ക് മുത്തുന്ന എല്ലാം വെന്തിങ്ങ കൈകൂടി മുത്തും എല്ലാ കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ അപ്പച്ചന് വേദന ഉണ്ടാവുന്ന എവിടെയാ? തലയിലാണല്ലേ? തലയുടെ ഭാഗത്ത്. അമ്മച്ചിയുടെ പേരെന്താ? ത്രേസ്യാമ്മ. ഇതിപ്പോ ഈ ക്യാൻസർ ആയിട്ട് ഇപ്പൊ നമ്മൾ അറിഞ്ഞിട്ട് 2 വർഷമായി. 2 വർഷമായി. ആദ്യം TB ആയിരുന്നു. ആദ്യം TB. അത് കഴിഞ്ഞ് ആ TBക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോ ശ്വാസം മുട്ട് തുടങ്ങി. ശ്വാസം മുട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ ബ്ലഡ് ഛർദിയായി. ബ്ലഡ് ഛർദിയായിട്ട് ഞാൻ ഇവിടെ സെല്ല മേരിച്ചിലെ ഡോക്ടർ പറഞ്ഞു വേറെ എവിടെയെങ്കിലും കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ എല്ലാവിധ ടെസ്റ്റുകളും നടത്തി. BPL കാർഡായിരുന്നത് കൊണ്ട് ചികിത്സയിൽ ഇളവ് ലഭിച്ചെങ്കിലും വില കൂടിയ മരുന്നുകളെല്ലാം പുറമേ നിന്ന് വാങ്ങേണ്ടി വന്നു. ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞിട്ടും യാതൊരുള്ള ഈ ബ്ലഡ് ഇങ്ങോട്ട് ഛർദി തന്നെയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാന ഛർദി. അത് കഴിഞ്ഞ് ഇഞ്ചക്ഷൻ എടുത്ത് ഗുളികയും തന്ന് ഒരു ഗുളികയ്ക്ക് 50 രൂപയാണ് വില. അത് മേടിച്ച് കൊടുത്ത് അവിടെ നമ്മളെല്ലാം നമ്മൾ പുറത്തുനിന്ന് തന്നെ മേടിക്കണം. ടെസ്റ്റിന് മാത്രം നമ്മളുടെ ഈ കാർഡ് BPL കാരണം കൊണ്ട് കുറച്ച് അളവ് കിട്ടും ടെസ്റ്റിന്. ബാക്കി മരുന്നുകളൊക്കെ നമ്മൾ മേടിക്കണം. വില കൂടിയ മരുന്നുകളൊന്നും അവിടെ ഇല്ല. അത് അത്താണി നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലേറെയായിരുന്നു. TB രോഗബാധയുടെ ഭാഗമായി ശ്വാസമുട്ടൽ ഉണ്ടാവുകയും രക്തം ഛർദിക്കുന്ന അവസ്ഥയോളം രോഗം വഷളാവുകയും ചെയ്തു. ഇപ്പോഴും ഇടയ്ക്കിടെ രക്തം ഛർദിക്കാറുണ്ട്. അതിനുള്ള മരുന്ന് പതിവായി കഴിക്കണം. രക്തം ഛർദിക്കുമ്പോൾ
ശ്വാസം കിട്ടാത്ത അവസ്ഥയിൽ വലിയ ശബ്ദമാണുണ്ടാവുക. ഈ ഒച്ച അങ്ങോട്ട് എന്തിട്ട് ഒച്ചാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഛർദി വന്ന നേരത്ത് ഭയങ്കര ഒച്ചയാണ്. അപ്പൊ പുള്ളി പറയുന്നത് ശ്വാസം കിട്ടണില്ല എന്നാണ് പറയുന്നത്. അന്ന് ഭയങ്കര ഒച്ചയാണ്. ഇത് കഴിഞ്ഞ് രാത്രിയൊക്കെ ഇവിടുന്ന് വണ്ടി വിളിച്ച് ആൾക്കാർ വണ്ടി വിളിച്ച് ഇവിടുന്ന് കൊണ്ടുപോകും. ഇപ്പോൾ കുറേ നാളായിട്ട് തരുതാൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദന സഹിക്കാൻ പറ്റാത്ത മരുന്നുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു ദിവസം 3-4 പ്രാവശ്യം ഓട്ടോറിക്ഷ വിളിച്ചൊക്കെ ഹോസ്പിറ്റലിൽ പോകും. വേദനയ്ക്കുള്ള മരുന്ന് കഴിക്കും, കൊണ്ടുവരും. അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലാണ് തരുതട്ടം പോകുന്നത്. അങ്കമാലി ഇടക്കുന്നം സ്റ്റെല്ല മേരീസ് ഹോസ്പിറ്റലിലാണ് ഇതിനുള്ള ചികിത്സ തേടിയിരുന്നത്. ഇടയ്ക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യിച്ചുവെങ്കിലും രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഡിസ്ചാർജ് ചെയ്യേണ്ടി വന്നു. പിന്നീട് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ICUവിൽ അഡ്മിറ്റ് ചെയ്യിച്ചു. സെന്റ് മേരീസ് രാത്രി 2 മണിയായപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ആളെ ഇപ്പം പിടിയിന്ന് ഇവിടുന്ന് എവിടേക്കെങ്കിലും കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളെന്തായി പറയണേ, ഞാനൊരാൾ ഈ രാത്രി എങ്ങനെ കൊണ്ടുപോകണേ ഇയാളെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ച ആൾക്കാർ വന്ന് ആസ്പത്രി തല്ലി പൊളിക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും അറിയാം ഈ ആളുടെ കാര്യം, ആരും വരില്ല. പിന്നെ ഉള്ളത് ഞാനാണ്, എനിക്കൊരു പരാതിയില്ല, അതുകൊണ്ട് ഈ നേരത്ത് ഞാൻ എങ്ങും കൊണ്ടുപോകില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു എഴുതി ഒപ്പിട്ട് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസമില്ല, നിങ്ങൾ എഴുതിത്താ, ഞാൻ ഒപ്പിട്ട് തരാം എന്നും പറഞ്ഞുകൊണ്ട് അവരെഴുതി തന്ന് ഞാൻ ഒപ്പിട്ട് കൊടുത്ത് അവിടെ കിടന്നു. എന്നാൽ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിടാറായപ്പോൾ വീണ്ടും രക്തം ഛർദ്ദിച്ചു. ഉടൻ തന്നെ ICUവിൽ അഡ്മിറ്റ് ചെയ്യേണ്ടിയിരുന്നുവെങ്കിലും പണത്തിന്റെ പരാധീനതകൾ മൂലം ചികിത്സ മുഴുമിപ്പിക്കാതെ മടങ്ങിപ്പോരേണ്ടി വന്നു. എന്നിട്ട് ഡോക്ടർ മറ്റേ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർക്ക് വിളിച്ചു പറഞ്ഞ് ആ ഡോക്ടർ തിയേറ്ററിൽ വന്നപ്പോൾ എന്നെ വിളിച്ച് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ ആളുടെ ഒരു ലെൻസ് കംപ്ലീറ്റ് പോയി, ഇനി അടുത്ത ലെൻസിന് തുടങ്ങിയേക്കാണ്, അത് ഓപ്പറേഷൻ ചെയ്താലാ ഈ ബ്ലഡ് വരൽ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, സാറേ എന്തോരം രൂപയാവും എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ഫീസ് 60,000 രൂപ ആണോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മറ്റുള്ള കാര്യം നമ്മൾക്കറിയാലോ. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ ഒരു കാര്യം ചെയ്യ്, ഓപ്പറേഷൻ വേണ്ട. അതിനിടയിലാണ് തരീതേട്ടന്റെ ഇടത്തെ കവിളിൽ ചെവിയോടടുത്ത് ഒരു മുഴ കണ്ടു തുടങ്ങിയത്. പിന്നീട് ഒന്നിന് പിറകെ ഒന്നായി മുഴകൾ രൂപപ്പെട്ടു. എന്നിട്ടാണ് ഞാൻ കളമശ്ശേരി കൊണ്ടുപോയി, കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. അവിടെ കൊണ്ടുപോയി കുറേ 2 ആഴ്ച കിടന്ന് കഴിഞ്ഞപ്പോൾ അവർ ടെസ്റ്റുകളൊക്കെ ചെയ്ത് ടെസ്റ്റ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മച്ചി ഇന്നതാണ് അപ്പച്ചൻ്റെ അസുഖം, ക്യാൻസറാണ്. അവിടെ നിന്ന് അയൽവാസി വർഗീസിന്റെയും തോമസ് ജോൺസൺ എന്നിവരുടെയും നേതൃത്വത്തിൽ തൃശൂർ അമല ഹോസ്പിറ്റലിലെ അമല ഫെലോഷിപ്പ് യൂണിറ്റ് വഴി തരീതേട്ടനെ അമല ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളുടെ അംഗങ്ങൾ തന്നെയാണ് അമല ഫെലോഷിപ്പ് പന്തക്കൽ യൂണിറ്റിലെ അംഗങ്ങൾ തന്നെ അവരുടേതായ സ്വന്തം വാഹനത്തിൽ സ്വന്തം ചിലവിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അമല ആശുപത്രി തൃശ്ശൂർ കൊണ്ടുപോയി തന്നെ ചികിത്സാ സൗകര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. തരുതേട്ടൻ്റെ കുടുംബത്തിന് സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റി കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചികിത്സാ സഹായം നൽകി വരികയാണ്. തുടർന്ന് എല്ലാ ടെസ്റ്റുകൾക്കും വിധേയനാക്കുകയും കീമോതെറാപ്പിയിലൂടെ മുഴ നീക്കം ചെയ്യുകയും ചെയ്തു. കഴലകളിൽ ഉണ്ടാകുന്ന ലിംഫോമ എന്ന ക്യാൻസർ രോഗമാണ് ഇദ്ദേഹത്തിന്. ഇതിന് ചികിത്സ പ്രധാനമായിട്ട് കീമോതെറാപ്പി ഇഞ്ചക്ഷൻ, ക്യാൻസറിന് കൊടുക്കുന്ന ഇഞ്ചക്ഷൻസ് കീമോതെറാപ്പി എന്ന് പറയും. അതുകൂടാതെ ആൻറ്റിബോഡി റിറ്റുക്സിമാബ് എന്ന ഒരു ആൻറ്റിബോഡി, ഈ 2 ചികിത്സകളാണ് കാര്യമായി വേണ്ടത്. കീമോതെറാപ്പി അധികം എക്സ്പെൻസീവ് അല്ല, പക്ഷേ ആൻറ്റിബോഡി റിറ്റുക്സിമാബ് എന്ന ആൻറ്റിബോഡി വളരെ എക്സ്പെൻസീവാണ്. തരീത് ചേട്ടന് കീമോതെറാപ്പി മാത്രമാണ്, അത് തന്നെ കുറച്ച് ചുരുങ്ങിയ തോതിലുള്ള കീമോതെറാപ്പി മാത്രമാണ് കൊടുക്കാൻ പറ്റിയത്. ആൻറ്റിബോഡി ട്രീറ്റ്മെൻറ്റ് സാധിച്ചില്ല, കാരണം അത് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട്. റേഡിയേഷൻ്റെ ഡോക്ടർക്ക് ഞാൻ ചാർട്ട് വയ്ക്കുക, ആ ഡോക്ടറെ കാണാൻ പറഞ്ഞു. കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഏറ്റവും കുറഞ്ഞത് ചാർജ് 12,000 രൂപ വേണം. എന്തിനു വേണ്ടിയിട്ടത്? ഈ റേഡിയേഷന് മാത്രം. അപ്പം 20
എന്നാട്ടേനെ ചെയ്യേണ്ടത്. അതിന് ഡോക്ടർ പറഞ്ഞു 1 മാസം കൂട്ടിക്കോ, 12,000 രൂപ വേണം. കുറഞ്ഞ മെഷീനിൽ അടിക്കണമെങ്കിലും 12,000 രൂപ വേണം. ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ വേദന ഉണ്ടാവും, ഒന്നും കഴിക്കാൻ വേണ്ടാവൂല, പൊള്ളലുണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇത്ര രൂപ നമ്മളെവിടെ നിന്ന് അടയ്ക്കാനാ? മരുമകൾ ലിജി കാറ്ററിംഗ് വർക്കുകളിലൂടെ നേടുന്ന സമ്പാദ്യമാണ് കുടുംബത്തിന്റെ വരുമാന മാർഗം. അത് എല്ലാ ദിവസവും ഇല്ല, 2 ദിവസം 3 ദിവസം ആഴ്ചയിൽ ഉണ്ടാവുള്ളൂ. ഈ വർക്കിന് സ്ഥിരം പണിക്കാരായ 5 പേരുണ്ട്. അവരെ കൊണ്ട് താങ്ങാവുന്നതിലേറെ വർക്കുകൾ വരുമ്പോൾ ലിജിയെയും സഹകരിപ്പിക്കാറാണ് പതിവ്. അതുകൊണ്ട് ഒന്നും എത്തുന്നില്ല. മറ്റുള്ളവർ സഹായിച്ചും കാരണം അപ്പൻ്റെ മരുന്നിൻ്റെ കാര്യങ്ങൾ നടന്നു പോകുന്നു. അവരും കൊടുത്തവർ തന്നെയാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ 2 പേരുടെ കാര്യങ്ങളും പണിക്ക് പോയിട്ട് എത്താത്ത ഒരവസ്ഥയാണ്. ഞാനിപ്പോൾ പകച്ചാണ് നിൽക്കണേ. അപ്പച്ചനും ഇങ്ങനെ വയ്യ, അമ്മയ്ക്കും വയ്യ, 2 പേരും വയ്യാതെ ആയിക്കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കുള്ളൊരു പെങ്കൊച്ചാണ്. ഇത്രയും നാളൊക്കെ ഞാൻ എന്തെങ്കിലും വിചാരിച്ച് പിടിച്ച് നിന്നു. എൻ്റെ വീട്ടിലാണെങ്കിലും എനിക്കാണെങ്കിലും അവിടെ അപ്പനില്ല. ഞങ്ങൾ 3 മക്കളാണ്. അമ്മയും ഞങ്ങൾ 2 പെൺമക്കളും, ഞാൻ മൂത്തത്, ഇളയതനിയത്തി, ആങ്ങളെ നടുക്ക്. അവൻ എന്തെങ്കിലും സ്കൂൾ തുറക്കുമ്പോഴായാലും കൊച്ചിന് മോൾക്ക് വേണ്ട സ്കൂളിൽ പോകാനും പുസ്തകങ്ങളായാലും ബുക്കുകളും അവൻ മേടിച്ചു കൊണ്ട് തന്ന് മോളെ സ്കൂളിൽ വിടുന്നു. ഈ 2-3 ദിവസം പോയി കിട്ടണ ഇവിടെ എത്ര നാൾ അവനെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും? ഈ ദമ്പതികളുടെ മകൾ ലിയ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പഠിച്ച് ഒരു ടീച്ചർ ആവാനാണ് ലിയായുടെ ആഗ്രഹം. എന്നാൽ വീട്ടിലെ സാഹചര്യങ്ങൾ എന്നും വേദനയുടെ വഴികളാണ് ഇവർക്ക് സമ്മാനിക്കുന്നത്. എനിക്ക് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് പഠിച്ചൊരു ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം. എനിക്ക് തുടർന്ന് പഠിക്കാനുള്ള ഒരു ഇതുമില്ല. അപ്പം നാട്ടുകാരെല്ലാവരും സഹായിച്ചാണ് എൻ്റെ അപ്പൂപ്പൻ്റെ കാര്യമൊക്കെ നടന്നു പോകുന്നത്. കീമോയിലൂടെ ലഭിച്ചിരിക്കുന്നത് താൽക്കാലിക രോഗശമനം മാത്രമാണ്. വീണ്ടും രോഗം വരാതിരിക്കണമെങ്കിൽ റേഡിയേഷൻ ചികിത്സ കൂടിയേ തീരൂ. ഇഞ്ചക്ഷനുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ അസുഖം താൽക്കാലികമായി കൺട്രോളിലാണ്. പക്ഷേ അത് പിന്നീട് തിരിച്ചു വരാനുള്ള സാധ്യത കുറയ്ക്കാൻ റേഡിയേഷനും കൂടി അനിവാര്യമാണ്. റേഡിയേഷൻ കുറച്ച് എക്സ്പെൻസീവാണ്. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം അവർ പിന്നെ ട്രീറ്റ്മെൻറ്റിന് വന്നിട്ടില്ല. അപ്പോൾ അത് പല ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ സഹായത്താൽ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് കൂടി ചെയ്താൽ കുറേ നാളത്തേക്ക് അദ്ദേഹത്തിന് കുഴപ്പമില്ലാതെ പോകാനായിട്ട് സാധിക്കും. തരീതപ്പച്ചൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമ്മൾ തുടർന്നും ഇതുപോലെയുള്ള നിർധനരായ രോഗികൾ, നിരാലംബരായവർ, അവരെ നിങ്ങളുടെ മുൻപിൽ ഇനിയും കൊണ്ടുവരും. നമുക്കവരെ കൂടുതൽ അടുത്തറിയാം. അവരെല്ലാം നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ്. അവരെ കൂടുതൽ നമ്മളാൽ ആവും വിധം നമ്മുടെ പ്രാർത്ഥനയിലൂടെ, നമ്മുടെ ദശാംശത്തിലൂടെ നമുക്കവരെ സഹായിക്കാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളും ഈശോയുടെ ചിന്തയിൽ സ്വപ്നത്തിലുള്ള ആ നല്ല സമരിയായനാവും. തീർച്ച. തരീതേട്ടനെയും കുടുംബത്തെയും സാമ്പത്തികമായോ പ്രാർത്ഥനയിലൂടെയോ മറ്റേതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ? തീർച്ചയായും വേണ്ട ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്തു തരും. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ശമരിയെ, കെയർ ഓഫ് ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ DRC, മുരിങ്ങൂർ, ചാലക്കുടി 680309, കേരള, ഇന്ത്യ. ഫോൺ 048027000893. നിങ്ങളുടെ വിലയേറിയ സംഭാവനകൾ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ഈ അക്കൗണ്ടിലേക്ക് അയയ്ക്കുക. ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ് CD അക്കൗണ്ട് നമ്പർ 040031000014, HDFC ബാങ്ക്, ചാലക്കുടി. IFSC കോഡ് HDFC 0000402.
da